ആകാശേട്ടൻ എന്നെ സ്നേഹിക്കുന്നതിന്റെ എത്രയോ മടങ്ങ് ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്. ആ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കറിയാകില്ല. പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ അഖില എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും ഞാൻ തന്നെ സ്നേഹിക്കും. അങ്ങനെ ഒരു ദിവസം വരും. വരട്ടെ. ആകാശേട്ടന്റെ സങ്കല്പത്തിലുള്ള ഭാര്യയാവാൻ ഞാനും ശ്രമിക്കാം. അതിന് താൻ കുറച്ച് പണിപ്പെടേണ്ടി വരും. എന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ എന്ന് വെച്ചാ ഞാൻ ദേഷ്യപ്പെട്ട അതിന്റെ ഇരട്ടി ദേഷ്യം എന്നോട് കാണിക്കുന്നവളും, എന്റെ ഭാഗത്ത് ഒരു തെറ്റുപറ്റിയ എന്നെ മര്യാദ പഠിപ്പിക്കുന്നവളാവണം. അല്ലാതെ ഇങ്ങനെ പാടി തളർന്നു പോകുന്ന ഒരാളാവരുത്. ആ, അനഘേച്ചിയെ പോലെ അല്ലേ? യെസ്, അനഘ തന്നെക്കാളും 100 മടങ്ങ് ബോൾഡാണ്. അതൊരു സത്യം തന്നെയാ. ആ, അപ്പൊ പിന്നെ എങ്ങനെ? എന്താ പ്ലാൻ? നമ്മൾ കാണുന്നില്ലേ? കാണുന്നില്ലെന്നോ? എങ്ങനെയെങ്കിലും ഒന്ന് വൈകുന്നേരം ആവാൻ കാത്തിരിക്കാ ഞാൻ. എന്നാ പിന്നെ ശരി, ബൈ. അമൃതേച്ചിയും അഭിയേട്ടനും ചെന്ന് സംസാരിച്ചതുകൊണ്ട് മാത്രം ആകാശേട്ടൻ മനസ്സ് മാറ്റിയത്. അല്ലാതെ എന്നെ പിരിയാനാവാത്ത കൊണ്ടൊന്നുമല്ല. എനിക്കറിയാം. എന്റെ സ്ഥാനത്തിപ്പോ അനഘേച്ചിയായിരുന്നെങ്കിൽ ആകാശേട്ടൻ തന്നെ മുൻകൈ എടുത്ത് പിണക്കൊക്കെ എപ്പോഴേ മാറ്റിയനെ. ഇപ്പോഴും ആ മനസ്സിൽ അനഘേച്ചി തന്നെയാ. റെഡിയേ? ഞാൻ വരുമ്പോഴേക്കും റെഡിയായി നിൽക്കാൻ പറഞ്ഞല്ലേ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ മോനെ, പഞ്ചരത്നത്തിലെ പാർട്ടിക്ക് ഞാൻ വരുന്നില്ല എന്ന്. നീയും അച്ഛനും കൂടി പോയാ മതി. എനിക്ക് നല്ല സുഖമില്ല. എങ്കിൽ പിന്നെ ഞാനും വരുന്നില്ല. ഏട്ടൻ മാത്രം പോയാ മതി. ഈ അമ്മയുടെ ഒരു കാര്യം. അല്ല, അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് മാത്രമാണോ വരാത്തത്? അതോ നീ അമ്മയുടെ എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ടോ? ഇന്നൊരു സംഭവം ഉണ്ടായി. എന്ത്? അമ്മയ്ക്ക് ജയിലിൽ നിന്ന് അച്ഛൻ്റെ ഫോൺ ഉണ്ടായിരുന്നു. എന്നിട്ട്? ആ ഫോൺ വന്നത് മുതൽ അമ്മ ആകെ സങ്കടത്തില. അയാൾ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ് അമ്മയെ വിഷമിപ്പിച്ചു കാണും. അങ്ങനൊന്നും പറഞ്ഞില്ല. 4 ദിവസം കഴിയുമ്പോൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമെന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതം ദുരിതമായിരിക്കും മോനെ. അയാള് നമുക്ക് സ്വസ്ഥത തരില്ല. ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് ഓർത്ത് എനിക്ക് ഒരു സമാധാനവും ഇല്ല. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അയാളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കാൻ അയാളെ സമ്മതിക്കില്ല. പറയാൻ എളുപ്പമാ. നിങ്ങൾക്ക് ജന്മം തന്നവന് ഈ ലോകം കൊടുത്തിരിക്കുന്ന കുറേ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതൊക്കെ മുതലെടുത്ത് അയാൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരിക്കലുമില്ല. അമ്മ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. നേരം കളയാതെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് റെഡിയാവുന്നുണ്ടോ? ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇല്ല മോനെ, ഈ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ എങ്ങോട്ടുമില്ല. ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നെ ഒന്ന് ഒഴിവാക്ക്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.